അപ്പം എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് എന്നോ ചെറുപ്പത്തിലെന്നോ ഉണ്ടായ ഓർമ്മ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനത് എനിക്കതിനെ പറ്റി വലിയ അറിയില്ല. അപ്പം ഇനിയിപ്പം ഡോക്ടറെ കാണിച്ചു നോക്കട്ടെ എന്താണ് എന്നുള്ളത്. ഓനക്ക് എനിക്ക് ഭയങ്കര ടെൻഷനൊന്നും ലോളിയൊക്കെ ഇടായിരുന്നു. എന്താണെന്ന് അറിയില്ല. ഓനക്കൊന്നും വരെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്താണ്. അങ്ങനത്തെ പകർച്ചവ്യാധി പനിയോ ഈ പോകുമ്പോഴാണ് നമ്മളെ വന്ന് തലയിൽ കയറാൻ വരുന്നത്. അതെ അതെ. പിന്നെ മനുഷ്യന്മാരാണ് എന്തായാലും തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. തെറ്റ് പറ്റിയ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയാണെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തലേ ദിവസം വെള്ളിയാഴ്ച ജുമ്മേൻ്റെ ദിവസമാണ്. ആളിവിടെ ഇട്ടാ ആളോട് അടുക്കളയിൽ തിരക്കിട്ട പണിയിൽ അവിടെ ഫുഡ് ഉണ്ടാക്കണേ. വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ്. അതെ, പള്ളിക്ക് പോകാൻ നിൽക്കണേ. പള്ളിയിൽ പോകുന്ന അത് നമ്മളെ പൊന്നൂന് വയ്യ. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത്, നമുക്ക് എല്ലാം വേണ്ടപ്പെട്ട ഒരാള്, ഒരു വ്യക്തി ഇന്ന് അള്ളാഹുവിന്റെ വളരെ പോയിട്ടുണ്ടല്ലേ. പറയാൻ കഴിയൂല. എന്താ വെച്ചാ പെട്ടെന്നുള്ള നമ്മളെപ്പോഴും കാണുന്ന വ്യക്തിയാണ്. അധികമൊക്കെ പ്രായമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ മുന്നിൽ ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര പേടിയാണ്. നമ്മളൊക്കെ എന്തിനാണ് വീട്, എന്തിനാണ് പറമ്പ്, എന്തിനാണ് ഒന്നും വേണ്ട. നമ്മൾ ഇന്നിപ്പോ നമ്മള് നടക്കണ്ട്. നമുക്ക് ഒരു അടുത്ത നിമിഷം നമ്മളൊക്കെ എന്ത് രോഗമാണ് വരുന്നത്. ഒരു പ്രഷർ ഏരിയ കഴിഞ്ഞ് ആൾക്ക് പ്രഷർ കയറിയതാണ്. അള്ളാഹു ഖബറ് നല്ലതാക്കി കൊടുക്കട്ടെ, പരലോകം നന്നാക്കി കൊടുക്കട്ടെ, സ്വർഗീയമായി കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ അള്ളാഹു കാക്കട്ടെ. പെട്ടെന്നുള്ള അപകട മരണങ്ങൾ, അതുപോലെ പെട്ടെന്നുള്ള മാറാ രോഗങ്ങൾ എങ്ങനെ അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ. അപ്പം നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മൺമറഞ്ഞ് പോയിട്ടുണ്ട്. ഇന്ന് ഖബറിലാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അവരൊക്കെ ഖബർ അള്ളാഹു സന്തോഷം നൽകട്ടെ, സ്വർഗീയമാക്കട്ടെ. അപ്പം എൻ്റെ ഉപ്പയും തന്നെ മരിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പം ഇന്നത്തേക്ക് ഏകദേശം ഒരു 45 വർഷമൊക്കെ ആയി കാണും. അപ്പോൾ ഈ മാസത്തിലാണ് മരിച്ചത്. അപ്പോൾ ഈ മാസം ഇപ്പം മരിച്ചത് മാസമാണ്. അപ്പോൾ ഏതായാലും പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. മാള് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. വന്നിട്ട് വേണം പൊന്നൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പൊന്നൂന് തീരെ സുഖമില്ല. ഒരു ഐറ്റം കുരു പോലെ ഇങ്ങനെ ഉണ്ടായി. ഇപ്പോൾ കാണിച്ചു തരാൻ കേട്ടോ. ഒരുപോലെ കുരു പോലെ ഇങ്ങനെ കയ്യിലെല്ലാം പൊന്തിയിട്ട് പനിയുണ്ട്. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ആരെ കഴിയുമ്പോഴും. ഇപ്പോൾ 2-3 സ്ഥലത്ത് ഇങ്ങനെ പൊള്ളാൻ പോലെ പൊന്തിയിട്ട് ഇങ്ങനെ ചലം നിറഞ്ഞ പോലെ ഒരു കോലത്തിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ. ചിലപ്പോൾ എന്തോ പേരൊക്കെ പറഞ്ഞ എന്തോ തക്കാളി പൊട്ടിയോ എന്തൊക്കെയാണ് പേരുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേര്. എന്തായാലും ഡോക്ടറെ കാണിക്കണമല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ. രോഗങ്ങൾ വരുമ്പോൾ കാണിക്കാൻ ഞാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. മാളും ഇത് അവിടെ ഇന്നത്തേക്കുള്ള ഫുഡ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ മാളും അറിയാതെ ഞാൻ ഇവിടെ ഇൻട്രോ പറയുന്നത് എല്ലാം മാളുവിൻ്റെ അടുത്തേക്കാണ് പോവാച്ചിട്ട്. ഉള്ളി കരിഞ്ഞാ പച്ചക്കരിഞ്ഞാ അത് നല്ല ഈ കാബൂളി റൈസ് എന്ന് പറയും ഈ മസ്കറ്റിലും ഒമാനിലൊക്കെ. അതിൻ്റെ ടേസ്റ്റ് വരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുറച്ച് ഫുഡ് അങ്ങനെ മതിയാ. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞ പോലെ ഈ മാസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഉപ്പ മരിച്ചതിൻ്റെ ആണ്ടാണ്. 40-45 വർഷത്തോളമായി ഇപ്പോൾ ഞങ്ങളെന്നൊക്കെ വിട്ട് പിരിഞ്ഞിട്ട്. അത് എനിക്കൊരു 3 വയസ്സ് ഉള്ളപ്പം മരിച്ചാണ്. അനിയന് 1.5 വയസ്സും അങ്ങനെയാണ് മരിച്ചത്. അപ്പോൾ പെട്ടെന്ന് വയ്യാതൊക്കെ കിടന്ന് മരിച്ചാണ്. വളരെ ചെറുപ്പമായിരുന്നു. ഇപ്പോൾ മരിക്കുമ്പോൾ 40 വയസ്സായിരുന്നു. ഏതായാലും ഉപ്പാൻ്റെയും നിങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും മരണപ്പെട്ടു പോയ എല്ലാവരും ഖബർ വിശാലമാക്കട്ടെ, സന്തോഷം നൽകട്ടെ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കൊണ്ട്, എൻ്റെ ഉപ്പാക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കൊണ്ട് എല്ലാവരും. പിന്നെ പൊന്നൂരിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം ആക്കിയാണ്. അപ്പോൾ ജുമ്മയ്ക്ക് പോയിട്ട് വരാം. ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ബാക്കിയൊക്കെ മാളഞ്ഞ് പെട്ടിട്ട് ഇവിടെ നല്ല ഇളക്കല്ലാണ് എന്നുണ്ടെങ്കിൽ അല്ലേ എന്തില്ലേ ബിരിയാണിക്കുള്ള മസാല. ഇനിയിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചോറുണ്ടാക്കി പിന്നെ അതിക്കൊരു കറി ഉണ്ടാക്കി അതൊക്കെ എളുപ്പ പരിപാടിയല്ല. കുറച്ചും കൂടി ഒരു ബിരിയാണി, കുറച്ച് ചിക്കൻ വാങ്ങി ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. നെയ്യാണല്ലോ മെയിൻ ഇമ്പോർട്ടന്റ്. ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? പഴം റോസ്റ്റ് ചെയ്തില്ലേ? കൊണ്ടുവരണ വരുമ്പോ നെയ്യ് വേണ്ടെന്നാല് അല്ലേ? അപ്പൊ ഇങ്ങളെ പൈസ പോയില്ലേ? ടേസ്റ്റാണ്. അപ്പൊ ഇന്നലെ നമ്മളെ വ്ലോഗും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കും. ബാക്കി കുറച്ച് ഇതിന്റെ വരട്ടാ. ഓക്കെ. അപ്പോൾ ബാവ പള്ളിക്ക് പോയി. ബിരിയാണി അതാ
കുറച്ച് ബിരിയാണിക്കുള്ള ഒരു അര കിലോ ആണ്. എന്താണെന്ന് വെച്ചാൽ ആരെ തിന്നാനുള്ളത് ആരുമില്ലല്ലോ. കുട്ടിമോനും ഞാനും ഭാവിയും പൊന്നൂനാണിച്ചിനിപ്പോൾ സുഖമില്ല. പൊന്നൂന് എന്താണെന്ന് അറിയാം, കൈമൽ ഇങ്ങനെ ഒരു പൊള്ളം കണ്ട് 2-3 പൊള്ളം ഇങ്ങനെ പൊറാടിമൽ. അപ്പം എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരണം. അപ്പോൾ ടീച്ചറോടും എല്ലാവരോടും ചോദിച്ചപ്പോൾ തക്കാളി പൊട്ടിയോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് പറഞ്ഞു. നമുക്ക് ഇന്ന് വരെ മക്കൾക്ക് ആർക്കും ഉണ്ടാവാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. അപ്പം ഞാനിപ്പോൾ ഈ മുത്ത് വളർന്നതിൻ്റെ ശേഷം തന്നെ ഇപ്പോൾ ഈ 10-20 കൊല്ലത്തിന് ശേഷം മോനുണ്ടായി, പൊന്നുണ്ടായി, കുട്ടിമോണ്ടായി, ആർക്കും അങ്ങനത്തെ പൊട്ടി അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ചെറുപ്പത്തിലെന്നോ ഉണ്ടായ ഓർമ്മ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനത് എനിക്കതിനെ പറ്റി വലിയ അറിയില്ല. അപ്പം ഇനിയിപ്പം ഡോക്ടറെ കാണിച്ചു നോക്കട്ടെ എന്താണ് എന്നുള്ളത്. ഓനക്ക് എനിക്ക് ഭയങ്കര ടെൻഷനൊന്നും ലോളിയൊക്കെ ഇടായിരുന്നു. എന്താണെന്ന് അറിയില്ല. ഓനക്കിന്ന് വരെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതാണ്. അങ്ങനത്തെ പകർച്ചവ്യാധി പനിയോ അങ്ങനെയോ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഓനക്കിന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇനി ഉണ്ടാവാതെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓനക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്താവുക എന്നുള്ള. അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വേണം. അപ്പം 1/2 കിലോ 3/4 കിലോ അരി കൊടുക്കുന്നെങ്കിൽ 1/2 കിലോ ആണോണ്ടേ കുറച്ച് ബിരിയാണി വെച്ച്. ഈ വെറുംചോർക്ക് ഒരു ചിക്കൻ എന്തോ പോലെയാണ്. വെറുംചോർക്ക് ചിക്കൻ കറി, ചിലപ്പോൾ ചിക്കൻ ഇപ്പോൾ പൊരിക്കുകയാണെങ്കിലും വിചാരിക്കും വെറുംചോർക്ക് വേറെ കറി വെക്കണം. അപ്പം അതിനെക്കാട്ടും നല്ലത് നെയ്ച്ചോറിൻ്റെ ഒരു 500 അരി എടുത്തിട്ട് ആയിട്ടൊരു കുഞ്ഞ് ബിരിയാണി വെച്ച്. അപ്പം അത് മതി. ഒരു നേരത്തിനാണ്. ഞങ്ങൾ രണ്ടാളും ഒരു നേരം തിന്നുള്ളൂ കേട്ടോ. ബാബു ഒരു നേരം തിന്നുള്ളൂ പറഞ്ഞിട്ട് 2 നേരമൊക്കെ തിന്നു ചിലപ്പം. പറയാൻ പറ്റൂല അതിൻ്റെത്. ഞാൻ വൈകുന്നേരം വേറെ എന്തെങ്കിലും തിന്നുള്ളൂ. 2 നേരം ഒന്നും ബിരിയാണി എന്നാലേ ഒരു കുറച്ച് ബിരിയാണി തന്നെ മിനിമം അവിടെ പോയി പൊടിച്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇനി ഒരു 2 നേരം കൂടി ബിരിയാണി തിന്നാൻ എന്താ അവസ്ഥ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓനെ ഡോക്ടറെ കാണിച്ചണം. ബാബു ജുമായ്ക്ക് പോയി. ബിരിയാണി അവിടെ ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരി അവിടെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 കൂടി മിക്സ് ചെയ്യാണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്നൊക്കെ അറിയിക്കിട്ടാ. അപ്പോൾ ചാനലാരും സ്കിപ്പ് ചെയ്യണ്ട. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കൈത്തൊളുക്കിയിട്ടേ പഴയ സൊക്കട് പിന്നെയും തിരിച്ചെത്തി തോന്നുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാതായിട്ട് കൈത്തിന് ഡിസ്ക് ആക്കുന്ന കാരണം കൈത്തിന് കൈയടിച്ചിലൊക്കെ കൂടിയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ കൈത്ത് ഭയങ്കര അങ്ങോട്ട് കൊണ്ട് തിരിക്കാൻ പറ്റണേ. ഇപ്പോൾ കൈമൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കണം. ഫസ്റ്റ് കൈത്തിന്മക്കാണ്, പിന്നെയാണ് കൈമൊക്കെ ഇറങ്ങൽ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൂടി ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ മക്കളെ ജുമാക്ക കഴിഞ്ഞതാ നേരെ വീട്ടിൽ വന്ന് മോളോടെ തകൃതിയായിട്ട് ബിരിയാണി ഉണ്ടാക്കലാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം. നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഉപ്പാൻ്റെ കവറിങ്ങിലൊക്കെ പോയി ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു സമാധാനമാണ്. ഉപ്പ എന്താണ് ഉപ്പാൻ്റെ ഒരു ഭാഗങ്ങൾ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. കാരണം 3 വയസ്സിൽ ഉപ്പ മരിച്ചുകൊണ്ട് ഞാനും അനിയനൊന്നും ഉപ്പാൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ ഉപ്പമാരും മക്കളും കാണുമ്പോഴാണ് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉപ്പ എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. എന്താപ്പം ചെയ്യാല്ലേ, നമ്മൾ അള്ളാഹു ആയുസ് തന്നാലേ നമുക്ക് ജീവിക്കാനുള്ള ഇതുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ സമയം, അള്ളാഹു വിളിക്കാനുള്ള സമയം ആയാൽ അള്ളാഹു വിളിച്ചാൽ നമ്മൾ പോയേ പറ്റുള്ളൂ. അതിന് ഒരു ഒഴിവുമില്ല. അപ്പോൾ ഏതായാലും അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ് തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, മാറാ രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മരിച്ചതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നമുക്ക് അറിയാത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഉമ്മ ഞങ്ങളെ വളർത്തിയത്. എല്ലാവിധ കൂലിപ്പണി ആയിക്കോട്ടെ, എല്ലാവിധ ജോലി, ആരാൻ്റെ പല വീടുകളിൽ പോയി അടുക്കള ജോലി ആയിക്കോട്ടെ, പറമ്പിൽ തോട്ടത്തിലൊക്കെ ജോലി ചെയ്ത് ഒരു സ്ത്രീ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പണി, സ്ത്രീക്ക് ഇടാൻ ഒരു പുരുഷൻ ചെയ്യുന്ന പണികളെന്ന് പറയാം. അത്രയും കഷ്ടപ്പെട്ട പണിയൊക്കെ എടുത്താണ് ഞങ്ങളെ ഈ 5 മക്കളെ എൻ്റെ ഉമ്മ ഒരാളെ എൻ്റെ ഒരു വലിയ പെങ്ങളെ മാത്രമാണ് കല്യാണം കഴിച്ചയച്ചിരുന്നത്. ബാക്കി 4 മക്കളെയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉമ്മ വളർത്തിയത്. കാരണം ഭർത്താവില്ലാതെ, മനസ്സിലായ, ഇപ്പം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് ആർക്കും, ഇപ്പം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്താനുള്ളൊരു, ഇപ്പം ഇല്ലാതാക്കാനുള്ളൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, തീമക്കളാക്കാതിരിക്കട്ടെ നമ്മളെ മക്കളെല്ലാം എന്നാ പറയാനുള്ളത്. ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. കാരണം ഞങ്ങളെ നാട് ഇതല്ല. ഞങ്ങൾ ശരിക്കും ഉപ്പിമ്മയും 5 മൂല, തിരേപ്പുറം 5 മൂല എന്ന് പറയും. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ പണിക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ പണിയെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തി ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും
കൂടുതലാണ്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മാക്ക് അൽഹംദുലില്ലാ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ എപ്പോഴും ജീവിച്ചൊരു ഉമ്മാക്ക് സുഖമാണ് അൽഹംദുലില്ലാ. പക്ഷെ ഉപ്പാക്ക് ആയുസിനെ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബാക്കിയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ഞങ്ങൾ ഈ ബിരിയാണിയൊക്കെ വിളമ്പാനുള്ള പരിപാടിയുണ്ട്. ഒരുപാട് പറയാനുണ്ടല്ലേ, പറയണെങ്കിൽ പറഞ്ഞാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ദയനീയ കഥകൾ കേൾക്കാണ്ട്. അന്ന് എല്ലാവരും പറയാ വെള്ളിയാഴ്ച ദിവസം ഉപ്പാന്റെ കവറങ്ങ പൂക്കൊക്കെ ആയപ്പോ ആക്കിയിട്ട് ഓർമ്മ നമ്മൾ പറഞ്ഞിട്ട് നമ്മളിതിൽ പറയാൻ വിചാരിച്ചത് സംഭവമാണ്. ഏത് ദൂരായാലും നമുക്ക് അന്നത്തെ ദിവസം അവരുടെ അടുത്ത് നമ്മുടെ ഉപ്പ ഉമ്മ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടോ അവരെ കബറങ്ങ് നമ്മൾ എത്തിയേ പറ്റുള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുടെയും അതൊക്കെ നീക്കി വെച്ചിട്ട് നമ്മൾ ആ വെള്ളിയാഴ്ച ദിവസം അവരെ അരികിലെത്തണം. നമുക്ക് പറയാനുള്ള സങ്കടങ്ങൾ പറയാം, പഠിച്ചവനോട് ദ്വേക്കുക. അതിലും വലിയൊരിത് നമ്മളുപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമുക്ക് ചെയ്യാനില്ല. നമ്മൾ കുറേ ആളെ കൂട്ടി വന്നിട്ട് കുറേ വലിയ മൗലൂദ് നടത്തുക. വലിയ ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലൂദ് തോന്നണം അതല്ല കേട്ടോ. അങ്ങനെ കുറേ ആളെ കൂട്ടിയിട്ട് വലിയ ഫുഡും കാര്യമൊക്കെ വെച്ച് അതിലും കാട്ടിയും ഒരു വലിയ ഗുണമാണ് എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാ വെള്ളിയാഴ്ചയും അതിൻ്റെ അടിയിലൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ അവരെ ചാരത്ത് പോയിട്ട് നമ്മളൊന്ന് ദ്വാരക്കുക. ആരപ്പാൻ്റെ കവറങ്ങ പോയിട്ട് ഉമ്മാൻ്റെ കവറങ്ങ പോയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഉറ്റവരുടെ കവറങ്ങ പോയിട്ട് അതാണ് ഏറ്റവും വലിയൊരു അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല. നമ്മളെ പ്രാർത്ഥനയോളം എങ്ങനെ നമ്മളെ അമ്മാക്കും പാപ്പാക്കും വേറെ ആരും പ്രാർത്ഥിക്കൂല. പിന്നെ എന്താ പറയാ, ഞാനൊന്നും അങ്ങനൊന്നും അനുഭവിച്ചിട്ടില്ല കേട്ടോ. അന്ന് അൽഹംദുലില്ല എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി വളർന്നു വലുതായതാണ് ഞാന്. പക്ഷെ അതൊന്നും കിട്ടാത്തൊരു വ്യക്തിയാണിത്. ഇവള് പറയും ഇവിടെ വല്ലിപ്പൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും കെട്ടിച്ചു തരൂലായിരുന്നു അല്ലേ. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിന് ഒരു എന്റെ വല്യമ്മ വിഷയല്ല. വല്യപ്പ അങ്ങനൊക്കെ നോക്കണ ആളാണ്. നല്ല മക്കള് നല്ല നിലയിലെത്തണം, നല്ലൊരാളെ കയ്യിൽ ഏൽപ്പിക്കണം. നല്ലൊരാളല്ലായിട്ടല്ല. എന്താ വെച്ചാല് എനിക്ക് ആദ്യം ഫസ്റ്റ് കല്യാണം വന്നത് ഇതേപോലെ ഇപ്പൊ ഇല്ലാത്ത ഉമ്മ ജോലിക്ക് പോണൊരു ഫാമിലി. പക്ഷെ അത് മുടങ്ങി. വലിയപ്പ പറഞ്ഞത് വേണ്ട, ഉമ്മ പണിയെടുത്തിട്ടാണ് അവിടെ കഴിയണത്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ ഒരു പഴയ തലമുറയുടെ ഒരു സംസാരം പോരായ്മ ആയിട്ടോ ആ വ്യക്തി പോരായ്മ ആയിട്ട് ഞാൻ ഒന്നും അവനെ കാണുമ്പോ ഞാൻ അങ്ങനെ പറയും, എന്നെ ആദ്യമായിട്ട് കല്യാണം നോക്കിയ ആളല്ലേ അറിയാൻ. ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ മക്കളെ ഏറ്റവും നല്ല കൈകളിൽ എത്തണമെന്ന് ഏത് ഉപ്പാന്റെയും ഉപ്പപ്പാന്റെയും ഒക്കെ ഒരു ആഗ്രഹമാണ്. അത്രേ ഉള്ളു, അതിൽ വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ ഇവരെ ഉമ്മ ഇവരെ പെങ്ങന്മാർ അതായത് ഇവരെ ലോകം വേറെ ആരുമില്ല, ഫാമിലി ഇല്ല. കാരണം ഞങ്ങള് ഒറ്റപ്പെട്ട് കണ്ട് ഇങ്ങോട്ട് ജീവിക്കല്ലേ. നമ്മൾ വേറെ സെപ്പറേറ്റ് ഇത്രയും പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വീട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടി. നമ്മളെ ഫുൾ ചരിത്രം പറയും. ഭയങ്കര ഒരു ചരിത്രം ഉണ്ട് ഇവിടെ എത്തിപ്പെടാൻ. അപ്പോഴും പറയലുണ്ട്. നമ്മളൊക്കെ എന്ന് വെച്ചാല് ചുരുക്കി പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് വേറെ നമുക്ക് വേണ്ടപ്പെട്ട വീട്ടിലായിക്കോട്ടെ ഉമ്മ ജോലി ചെയ്യുന്ന വീട്ടിലൊക്കെ പോയി നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച വ്യക്തിയാണ്. അപ്പോൾ അതൊന്നും ചിലപ്പോൾ കേൾക്കുമ്പോൾ നമ്മളെ കുടുംബക്കാർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം അതൊക്കെ ഒരു പോരായ്മ ആവും. പക്ഷെ നമുക്കുള്ളത് പറഞ്ഞതിന് പോരായ്മയില്ല. അള്ളാഹു നമ്മുടെ മക്കളാരും എത്തിമക്കളാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ ഉമ്മമാരൊക്കെ ദീർഘായുസ്, ഉപ്പമാരെ ദീർഘായുസ് കൊടുക്കട്ടെ. എന്താ പറയാ, ഇന്നിപ്പോ നമ്മളെ കൂടെയുള്ള ആണുങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്താണ് ഒരു ഉമ്മാന്റെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മള് പറയും ഞാൻ മക്കളെ അങ്ങനെ നോക്കും, ഞാൻ എന്റെ മക്കളെ സ്വന്തമായിട്ട് അങ്ങനെ നോക്കും എന്നൊക്കെ ഓരോരോ സ്ത്രീകള് വെല്ലുവിളിക്കും. ഒരിക്കലും കഴിയൂല. അപ്പൊ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ലെന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞതല്ല. അന്ന് വെള്ളിയാഴ്ച ആയപ്പോ നമുക്ക് മരിച്ചുപോയ കവറങ്ങ പോണ ദിവസം ഒരാണ് അധ്വാനിച്ച് കൊണ്ടുവന്നമായിക്ക് ഒരിക്കലും ഒരു ഉമ്മാക്ക് കഴിയൂലെന്ന് ഞാൻ പറയില്ല. ഒരാണ് അധ്വാനിച്ച് കൊണ്ടുവന്നായിക്ക് ഉമ്മാക്ക് കഴിയൂല അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഒന്ന് ബിരിയാണി വെച്ച് അല്ലേ. അപ്പൊ നമ്മൾ കഴിക്കാം, ബിരിയാണി വിളമ്പാൻ പോവാണ്. നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് നമ്മൾ കഴിയാം. നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അതൊക്കെ കണ്ണ് ചിമ്മി ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇന്നിപ്പോ കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കറി വേറെ വെക്കണം. ഒരു ബിരിയാണി അല്ലെ ബിരിയാണി റൈസ് ഒരു 750 ഗ്രാം വാങ്ങി അതിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് കഴിക്കൂല. ആ ചിക്കൻ ഐറ്റം അതിൽ നെയ്യും കാര്യമൊന്നുമില്ല. ഒരു ബിരിയാണി ഉള്ളതായിട്ട് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് നമ്മൾ പോകണത് നമുക്കറിയില്ല. അപ്പോ ഒരു എന്താ പറയാ, ഒരു ഒന്നുമില്ലാത്തൊരു മനുഷ്യന് മരണത്തിന് കാരണമാവാൻ എന്തെങ്കിലും ഒന്ന് വരും അല്ലേ. അതെ. പിന്നെ സെക്കൻഡ് നിൽക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കൊണ്ടുപോയി നോക്കും. നമ്മൾ ഒരുപാട് മണിമാളികകളും ഒരുപാട് പറമ്പും സ്വത്തും ബിൽഡിങ്ങും എല്ലാം
എല്ലാവരും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല, നമുക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെച്ചാൽ നമുക്കൊരു കുഞ്ഞു വീട് വേണം. എന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് അവർക്ക് കയറി കിടക്കാൻ, നമുക്ക് കയറി കിടക്കാൻ നമുക്കൊരു ഇത് വേണ്ടാന്നില്ല. ഏതായാലും ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്, അതോടുകൂടിയിട്ട് വരാം. അപ്പം ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിയാനുള്ള സമയം അല്ലാഹു നല്ല രീതിയിൽ കഴിയാനുള്ള അവസരം എല്ലാം ആയുസൊക്കെ നമുക്ക് തരട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മളെ കൂടെ കണ്ടിരുന്ന ആൾക്കാർ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മെസ്സേജാണ് നമുക്ക് മറക്കുന്നാലും അത് ഭയങ്കര ചിലപ്പോൾ 2 ദിവസം കൂടെ മെസ്സേജാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കും പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പിണക്കും വിഷമമൊന്നുമില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് സന്തോഷമായിട്ട് കഴിയുക. അതാണ് നമുക്ക് എല്ലാം ആവശ്യം. നമുക്ക് ആരോടും ഒന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ആരോടും തെറ്റില്ല, കുറ്റമില്ല. നമ്മള് ഈ പോക്ക് പോകുമ്പോഴാണ് നമ്മളെ വന്ന് തടി കയറാൻ വരുന്നത്. അതെ അതെ. പിന്നെ മനുഷ്യന്മാരാണ്, എന്തായാലും തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, തെറ്റ് പറ്റിയവരുണ്ടാവും, പറ്റിയിട്ടുണ്ടാവും. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്ത് നല്ല മട്ടത്തിൽ കഴിയാ അല്ലേ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ചെയ്യൂല നമ്മളടിയിൽ ഓരോരുത്തർ പോകുമ്പോൾ അതൊക്കെ ആലോചിക്കും. അതേവരെ നമ്മൾ മത്സരിക്കും, പല രീതിയിലായിട്ട് മത്സരിക്കും. പിന്നെ ചില സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യനായാലും ഒന്നിനും കഴിയാത്ത റോട്ടിൽ കൂടി നടന്നു പോകുന്ന ഒരു യാചകനായ പോലും ആ യാചകനെ നമ്മൾ ഒരുപാട് പുറകെ ചെന്ന് ഉപദ്രവിച്ചാൽ ആ യാചകനും പ്രതികരിച്ചെന്ന് വരും. ശരിയല്ലേ? ഒരു യാചകൻ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയി. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ അറിവില്ലാത്ത കാലത്ത്, എനിക്ക് പേര് പറയാൻ ആഗ്രഹമില്ല, എൻ്റെ പഴയ ഞങ്ങളെ വീടിൻ്റെ അവിടുന്ന് ഒരു സുഖമില്ലാത്ത ആളെ ഞാൻ സ്കൂൾ മദ്രസൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മേത്ത് കിട്ടുക, അങ്ങനെ എൻ്റെ അറിവില്ലായ്മോട് ചെയ്തേട്ടാ, അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ പിന്നെ അതിന് ശേഷം അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പ്രതികരിച്ച്, അദ്ദേഹം നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ തല്ലാൻ വന്ന്. അതാണ് അവസ്ഥ. അദ്ദേഹം ഒരുപാട് ക്ഷമിച്ച് ആ യാചകനെ, കുറച്ച് മാനസികപരമായി സുഖമില്ലാത്ത ആളായ അദ്ദേഹം ക്ഷമിച്ചിന്ന്. പിന്നെ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. അതാണ് ദുനിയാവ്. ഏതൊന്നിനും കഴിയാത്തവനായാലും ആ ആള് സഹികെട്ടാ ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും. അങ്ങനെയൊക്കെ ഓരോ സംഭവിക്കാനാണ്. അതിനാരും ഒന്നും മനസ്സിൽ വെക്കണ്ട, സാരല്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അപ്പൊ നമ്മള് കഴിക്കാം, സാരല്ല, എല്ലാം ശരിയാവും കേട്ടോ. അപ്പൊ കഴിക്കണം ഞങ്ങള്. വേറെന്താ? ചിക്കൻ ബിരിയാണി, ഉള്ളി സുർക്ക ബിരിയാണി. വേവ് കൂടിയുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നന്നായിട്ടുണ്ട്. വേവ് കൂടിയിട്ടുണ്ട് റൈസ് കുറച്ച്, അത്രേ ഉള്ളൂ. എന്തോ ചെയ്താൻ കുക്കിയിരിക്കണല്ലേ. പൊന്നോടാ, പൊന്നുവാ, പെട്ടെന്ന് ഇറങ്ങിപ്പോ, ചങ്കിരി പോയാ അധികം ചമക്കേണ്ട ആവശ്യമില്ല. പൊന്നു വരുന്നില്ല. വരും. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗതി ചോറ് കുറച്ച് വേവ് കൂടിക്കണ്, പക്ഷെ മസാല കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. വേവ് കൂടി ഒഴിച്ചാൽ കേട്ടോ, സൂപ്പറാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ. പൊന്നു കിടക്കുക അവിടെ, പൊന്നിനെ കാണിച്ചു തരട്ടെ, കുറച്ചും ഇതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ് ഹോസ്പിറ്റലിലേക്ക്. പൊന്നുവിൻ്റെ കൈമേലെ കുരു കാണിച്ചാൽ നോക്കട്ടെ. ഇതുണ്ടെങ്കിൽ ഇതിവിടെ പൊട്ടിക്കണേ. വേറെ വലുതുണ്ട് ഇവിടെ കുറച്ചും കൂടി. അവിടെ ഇതുണ്ട്. ഞങ്ങൾ ഇതുണ്ടാ, ഇതിനൊക്കെ ഇതണ്ട. ഈ സൈഡിൽ വേറെ അതവിടെ ചെറുതായി ഇവിടെ ഒക്കെ പൊന്തിക്കണേ. ആള് 2 ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിക്കണേ. പനിയാണ്, ഒരു പനിയുള്ള പോലെ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളതാവേ. ഇതിന് ഇവിടെ എന്തൊക്കെയാ പേരുണ്ട് നമ്മളിവിടെ ഒക്കെ. തക്കാളി ചട്നി, തക്കാളി. ഡോക്ടർ ചീത്താനും കയ്യമ്മ നഖം കാണുമ്പോ നഖം പറഞ്ഞല്ലോ, നഖം വെട്ടാന് വെട്ടി തന്നാ മതി അല്ലേ. ഇന്ന വെട്ടായിക്കൂലേ, വെട്ടിക്കളിട്ടാ. കൈമ കൈ കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അത്രയും വലിയ നഖം കാണുമ്പോ
ശരിയല്ല, ഞാൻ വെട്ടിക്കോളാം അറിയും, ഉമ്മ ശരിയല്ല എന്നറിയും ഡോക്ടർ അല്ലേ? എന്താ സംഭവം ഓൽക്കറിയും. എനിക്കും പഠിച്ചവനക്കും എനിക്കും അറിയുള്ളൂ അല്ലേ? ഓനക്കും മക്കളൊന്നും പിന്നെ ഒട്ടയക്കൂല. ഒക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഓൽക്കാണ്ടി ആയേ. അപ്പൊ നഖൊക്കെ വെട്ടിയിട്ട് നേരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ പോവും ഞങ്ങൾ ട്ടാ ഇൻഷാ അല്ലാ ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ പൊന്നുവിൻ്റെ കൈമുണ്ടായൊക്കെ നിങ്ങളൊന്ന് കാണിച്ചാട്ടെ. അത് കാണുമ്പോൾ തന്നെ പേടിയാവും.